ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും സുന്ദരവും താമസിക്കാൻ ഏറ്റവും മികച്ചതും ആരോഗ്യകരവുമായ നഗരങ്ങളിൽ ഒന്നായി ദുബൈയെ മാറ്റുക എന്ന അതിവിശാലമായ ലക്ഷ്യത്തോടെ സുപ്രധാന നയങ്ങൾക്ക് അംഗീകാരം നൽകി കിരീടാവകാശിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം യുടെ വാർഷിക ഗവൺമെന്റ് യോഗത്തിന്റെ ഭാഗമായി നടന്ന ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. കൂടുതൽ ഹരിത മേഖലകൾ ഉണ്ടാക്കൽ, ഫീസ് താങ്ങാനാകുന്ന സ്കൂളുകൾ സ്ഥാപിക്കൽ, അർബുദത്തിന്റെ ആദ്യകാല രോഗനിർണയം ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരംഭങ്ങൾ എന്നിങ്ങനെ താമസക്കാരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ പെട്രോൾ ബങ്കുകളിൽ നിന്നും ഇന്ധനം നിറക്കുമ്പോൾ വാഹനം ഓഫാക്കിയിട്ടില്ലെങ്കിൽ ഇനി മുതൽ പെട്രോളും ഡീസലും അനുവദിക്കില്ലെന്ന് ഊർജ്ജ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ബാങ്കുകളിലെ ക്യൂ തെറ്റിക്കുന്നവർക്കും ഇന്ധനം നൽകില്ല. ഇത് സംബന്ധിച്ച് പെട്രോൾ ബാങ്കുകളുടെയും സർവീസ് സെന്ററുകളുടെയും മാനേജ്മെന്റുകൾക്കും പെട്രോൾ ബങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെയും കരാറുകൾ ഏറ്റെടുത്ത കമ്പനികൾക്കും മന്ത്രാലയം നോട്ടീസ് അയച്ചു. സുരക്ഷ വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനുമാണ് പുതിയ നിർദ്ദേശം. സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ വഴി ബുക്ക് ചെയ്യുന്ന ടാക്സികളുടെ പുതിയ നിരക്ക് ദുബൈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. റോഡിൽ നിന്നും നേരിട്ട് വിളിക്കുന്ന ടാക്സികൾക്ക് ഈ നിരക്ക് മാറ്റം ബാധകമല്ലെന്നും RTA വ്യക്തമാക്കി. പുതിയ നിരക്ക് ഘടന പ്രകാരം ഏറ്റവും കുറഞ്ഞ ടാക്സി നിരക്ക് 12 ദിർഹത്തിൽ നിന്നും 13 ദിർഹമായി ഉയർത്തി. കൂടാതെ ആഴ്ചയിലെ ദിവസങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്ന പുതിയ പീക്ക് അവർ നിരക്കുകളും ബുക്കിംഗ് ഫീസുകളും അതോറിറ്റി അവതരിപ്പിച്ചു. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 9:59 വരെയും വൈകുന്നേരം 4 മുതൽ 7:59 വരെയുമാണ് തിരക്കേറിയ സമയമായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമയങ്ങളിൽ ടാക്സി യാത്രക്കാർക്ക് 5 ദിർഹം ഫ്ലാഗ് ഫോളിനൊപ്പം യാത്രാദൂരം കണക്കിലെടുക്കാതെ 7.5 ദിർഹം പീക്ക് അവർ സർചാർജും നൽകേണ്ടി വരും. തിരക്കില്ലാത്ത സമയങ്ങളിൽ ഫ്ലാഗ് ഫോൾ 5 ദിർഹമായും പീക്ക് അവർ ഫീസ് 4 ദിർഹമായും തുടരും. രാത്രി യാത്രകൾക്ക് 5.5 ദിർഹം ഫ്ലാഗ് ഫോളിനൊപ്പം 4.5 ദിർഹം സർചാർജും നൽകണം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 8 മുതൽ 9:59 വരെയും വൈകുന്നേരം 4 മുതൽ 9:59 വരെയുമാണ് പീക്ക് അവറുകളായി നിശ്ചയിച്ചിട്ടുള്ളത്. രാത്രി 10 മുതൽ 11:59 വരെയുള്ള ഫ്ലാഗ് ഫോൾ 5.5 ദിർഹമായിരിക്കും. റിയാദിലെ പാർക്കുകളിൽ ഇനി മുതൽ നിർമ്മിത ബുദ്ധിയുള്ള സ്മാർട്ട് ക്യാമറ സുരക്ഷ. റിയാദ് മുനിസിപ്പാലിറ്റിയാണ് സ്മാർട്ട് നിരീക്ഷണം എന്ന പേരിൽ പുതുതായി രാജ്യതലസ്ഥാനത്തെ പൊതുപാർക്കുകളിലും നഗര സ്ഥലങ്ങളിലും സുരക്ഷയും സംരക്ഷണവും ഉയർത്തുന്നതിനായി അതിനൂതന സംവിധാനം ഒരുക്കിയത്. പാർക്കുകളിലും ഉദ്യാനങ്ങളിലുമൊക്കെ എത്തുന്ന സന്ദർശകർക്കും സമൂഹത്തിനും ആരോഗ്യകരമായ സംരക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഏറ്റവും ആധുനിക തരത്തിലുള്ള 1600 ക്യാമറകളാണ് നഗരത്തിലെ വിവിധ പാർക്കുകളിലും പൊതുസമൂഹം ഒത്തുചേരുന്ന ഉദ്യാനങ്ങളിലുമായി സ്ഥാപിച്ചിരിക്കുന്നത്. തുടർച്ചയായ 2ാം ദിവസവും മസ്കറ്റിലും സമീപ പ്രദേശങ്ങളിലും പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നു. ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വ്യാഴാഴ്ചയും പൊടിപടലങ്ങൾ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞതിനാൽ രാത്രിയിൽ ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്നും ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയും കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം ദൃശ്യപരത 500 മുതൽ 1000 വരെ മീറ്റർ കുറഞ്ഞേക്കാം. പ്രധാന റോഡുകളിലും ഹൈവേകളിലും ദൃശ്യപരത കുറയുന്നത് റോഡ് യാത്രക്കാരെയും ബാധിച്ചേക്കും. ദൃശ്യപരത 500 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയായി കുറഞ്ഞിട്ടുണ്ട്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ചയിലെന്ന പോലെ ബുധനാഴ്ചയും മസ്കറ്റ് നഗരത്തിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷം പൊടിപടലത്താൽ നിറഞ്ഞിരുന്നു. വടക്കൻ ഗവർണറേറ്റുകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ഉയർന്നതും
അന്തരീക്ഷ വായു ഗുണനിലവാരം കുറഞ്ഞതും സാധാരണ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. പരിസ്ഥിതി അതോറിറ്റിയുടെ വായു ഗുണനിലവാര നിരീക്ഷണ പ്ലാറ്റ്ഫോമായ നഖിയിലെ പുതിയ റീഡിംഗുകൾ പ്രകാരം മുസന്തം, അൽ ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, അൽ ദാഹിറ, മസ്കറ്റ്, അൽ ദാഖ്ലിയ, തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളാണ് പൊടിക്കാറ്റ് ബാധിത പ്രദേശങ്ങളെന്നും അധികൃതർ അറിയിച്ചു. പൊടിക്കണികകളുടെ ഉയർന്ന സാന്ദ്രത മൂലം വായു ഗുണനിലവാരത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. വായു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി അതോറിറ്റിയുടെ പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നും ജാഗ്രത പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. ചരിത്രം കുറിച്ച് ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നഗര ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് സോഷ്യലിസ്റ്റ് നിലപാടുകാരനായ 34-കാരൻ. സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ മന്ത്രി ആൻഡ്രൂ കുമോയെ പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ മംദാനിയുടെ ചരിത്ര വിജയം. മംദാനി 50%-ലധികം വോട്ട് നേടിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് പിന്തുണച്ച കുമോക്ക് 41% വോട്ടാണ് ലഭിച്ചത്. റിപ്പബ്ലിക് സ്ഥാനാർത്ഥി കർട്ടിസ് ലീവയ്ക്ക് 7% വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. 2026 ജാനുവരി 1 മംദാനി ന്യൂയോർക്കിന്റെ 111ാമത് മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംദാനിയുടെയും മകനായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും ഏറ്റവും പ്രായം കുറഞ്ഞയാളുമാണ്. അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ 20 ലക്ഷത്തോളം നഗരവാസികളാണ് വോട്ട് ചെയ്തത്. ബ്രൂക്ലിൻ, ക്വീൻസ്, മാൻഹട്ടൻ, ബ്രോൺക്സ്, സ്റ്റേറ്റൻ ഐലൻഡ് എന്നീ 5 നഗരങ്ങൾ ചേർന്നതാണ് ന്യൂയോർക്ക് സിറ്റി. അതേസമയം മംദാനിയുടെ വിജയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയായി. മംദാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. മംദാനിക്ക് വോട്ട് ചെയ്യരുതെന്നും ന്യൂയോർക്കുകാരൻ കൂടിയായ ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂയോർക്കിന് പുറമെ വിർജീനിയ, ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പുകളിലും ഡെമോക്രാറ്റുകൾ നേട്ടം കൊയ്തു. വിർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു. റിപ്പബ്ലിക് പാർട്ടിയുടെ വിൻസം ഏളി സിയേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. റിപ്പബ്ലിക് പാർട്ടിയുടെ ജാക്ക് സിയാട്രലിയെ തോൽപ്പിച്ചാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കി ഷെറിൻ ന്യൂജേഴ്സി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മാസം മുതൽ 2026 ജാനുവരി വരെയുള്ള മാസങ്ങളിൽ ഒമാനിലുടനീളം താപനില ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ്. നവംബറിൽ ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ മഴ ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതോറിറ്റിയുടെ ദീർഘകാല കാലാവസ്ഥാ നിരീക്ഷണ പരിപാടിയുടെ ഭാഗമായി പുറപ്പെടുവിച്ച ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ചില പ്രദേശങ്ങളിൽ പരിമിതമായ മഴ മാത്രമേ ലഭിക്കൂ. പക്ഷേ പൊതുവെയുള്ള കാലാവസ്ഥ താരതമ്യേന വരണ്ടതായി തുടരും. ഡിസംബറിലും സമാനമായ രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ ഒമാനിൽ മഴ സാധാരണ നിലയിലും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ശരാശരിയിലും താഴെയായും തുടരാൻ സാധ്യതയുണ്ട്. 2026 ജാനുവരിയോടെ ഒമാനിലുടനീളം മഴ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നും ബുള്ളറ്റിനിൽ പ്രവചിക്കുന്നു. ഇത് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ നേരിയ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. ഇതേ കാലയളവിലെ താപനില സൂചനകൾ പ്രകാരം മിക്ക പ്രദേശങ്ങളിലും ഒമാനിൽ ശരാശരിയേക്കാൾ ചൂട് കൂടുതലായിരിക്കും. നവംബറിൽ രാജ്യത്തുടനീളമുള്ള ദീർഘകാല ശരാശരിയേക്കാൾ താപനില കൂടുതലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഡിസംബർ 2026 ജനുവരി മാസങ്ങളിലും തുടരും. സമീപ വർഷങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ പ്രവണതകൾക്ക് സമാനമാണിതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി.